ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ഒരു തിരക്കാണ് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. അല്പസമയം മുൻപ് ഈ ചടങ്ങുകൾക്ക് തുടക്കം ആയ സമയം തൊട്ട് വലിയ രീതിയിലുള്ള ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഈ ചടങ്ങുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം എന്നതുകൊണ്ട് തന്നെ ഇനി കേവലം 45 മിനിറ്റ് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ശ്രീകാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം ഈ പറയുന്നതുപോലെ ഭക്തിസാന്ദ്രമായി പൊങ്കാലി അർപ്പിക്കുന്ന സ്ത്രീകളെ കാണാം. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഈ പൊങ്കാലി അർപ്പിക്കുന്നു. 1:15 ഈ പൊങ്കാല നൈവേദ്യം ആകുമ്പോഴാണ്, ആ സമയം ആകുമ്പോഴേക്കുമാണ് ഇവരുടെ ഇത്രയും നാളത്തെ കാത്തിരിപ്പിനൊരു വിരാമമാവുക. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം, വിവരങ്ങൾ? ഒരു 40 മിനിറ്റ് കൂടി കാത്തിരുന്നാൽ മതി. ഇനി ഈ ഒരു വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഇന്നത്തെ ഈ പൊങ്കാല ദേവിക്ക് അർപ്പിക്കുന്നതിന്. അതിന്റെ നിവേദ്യ ചടങ്ങുകൾ, ആ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നതിനുള്ള ചടങ്ങ് 1:15. ഇനി ഒരു 40 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ആ സമയമെത്തും. ഈ കാത്തിരിപ്പിനി അതിനാണ്. രാവിലെ 10:15 പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്ന്, അഗ്നി പകർന്ന്, അതിനുശേഷം ഈ പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങൊക്കെ തന്നെ നടന്നു. ഇനി അത് നിവേദിക്കുക, നേദ്യം ദേവിക്കായി സമർപ്പിക്കുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. അത് 1:15. അത് അല്പസമയത്തിനകം 40 മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്ക് കാണാനും സാധിക്കും. ഇപ്പോൾ ദർശനം നടത്തിയ ആളുകൾ, ദർശനത്തിനായി പോകുന്ന ആളുകൾ, ഏതാണ്ട് ലക്ഷോപലക്ഷം സ്ത്രീജനങ്ങൾ ഈ തലസ്ഥാന ജില്ലയിൽ, തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി തന്നെ തമ്പടിച്ചിട്ടുണ്ട്. അത് കിഴക്കേക്കോട്ടയിൽ, തമ്പാനൂരിൽ, സ്റ്റാച്യുവിൽ, ശാസ്തമംഗലത്ത്, പേട്ടയിൽ, ഈഞ്ചക്കൽ, ഈ അമ്പലത്തിന് ചുറ്റുപാടും ഒക്കെ തന്നെ സ്ത്രീകളുടെ ഒരു വലിയ നിര കാണാം. ഒരു സമുദ്രം തന്നെ എന്ന് പറഞ്ഞാലും തെറ്റില്ല. സ്ത്രീകളുടെ ശബരിമലയിലേക്ക് ഇന്നലെ മുതൽ തന്നെ ഒഴുക്കായിരുന്നു. ഒന്ന് തൊഴാൻ, ദേവിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ദേവിക്ക് ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി വലിയ ഒഴുക്ക് തന്നെയാണ് കണ്ടത്. ശ്രീപത്മനാഭന്റെ മണ്ണിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇതാ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നിന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ സിനിമാ സീരിയൽ താരങ്ങൾ പൊങ്കാല അർപ്പിക്കുന്ന ഗൗരി വന്ദനം. Yes.